പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ശ്രദ്ധേയമാണ്. US ഇറാൻ ചർച്ച റദ്ദു ചെയ്തു എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താനായിരുന്നു അമേരിക്കയുടെ പ്ലാൻ. എന്നാൽ തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും ഒമാനിൽ വെച്ച് ചർച്ച നടത്താമെന്നും ഇറാൻ അറിയിച്ചു. അതനുസരിച്ച് ഒമാനിൽ വെച്ച് ചർച്ച നടത്താനുള്ള നീക്കത്തിലായിരുന്നു അമേരിക്ക. എന്നാൽ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിയുള്ള ആവശ്യങ്ങളാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റു രാജ്യങ്ങളിലേക്ക് നീക്കം ചെയ്യണം, മറ്റു രാജ്യത്തിലേക്ക്, അമേരിക്ക പറയുന്ന രാജ്യത്തേക്ക് നീക്കം ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. അത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ മറ്റു രാജ്യത്തിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാതിരിക്കാൻ തങ്ങൾക്ക് ആകില്ല. കാരണം ഇസ്രായേലും അമേരിക്കയും ഏത് നിമിഷവും തങ്ങൾക്ക് മേൽ ആക്രമണം നടത്താം. അതുകൊണ്ട് തന്നെ അതും അസാധ്യമാണെന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഖൊമൈനി അത് തുറന്നു തന്നെ ഇന്നലെ പറഞ്ഞു. പിന്നെ തങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഒരു മുസ്ലിം രാജ്യത്തിനും ഉണ്ടാകാൻ പാടില്ല എന്ന അമേരിക്കയുടെ പിടിവാശി. ഒരു മുസ്ലിം രാജ്യവും അമേരിക്കയ്ക്ക് മേൽ വളരരുത് എന്ന അമേരിക്കയുടെ പിടിവാശി, അതും അംഗീകരിച്ചു കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. ഇതോടുകൂടിയാണ് ചർച്ച റദ്ദ് ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ചർച്ച റദ്ദ് ചെയ്തതോടെ ഇനി അങ്ങോട്ട് യുദ്ധം എന്ന അനിവാര്യതയിലേക്ക് കടക്കുകയാണ്. ഇറാൻ ഡ്രോൺ അമേരിക്കൻ പടക്കപ്പലിന് മുകളിൽ എത്തിയത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും ഡ്രോൺ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലിന് നേർക്കാണ് ഇറാന്റെ ചാവേർ ഡ്രോൺ എത്തിയത്. ആ ഡ്രോൺ വന്നത് എബ്രഹാം ലിങ്കന്റെ രഹസ്യങ്ങൾ ചോർത്താനായിരുന്നു എന്ന് വ്യക്തം. ആ ഡ്രോണിലൂടെ എബ്രഹാം ലിങ്കന്റെ ആയുധക്കരുത്തും സൈനിക കരുത്തും ഇറാന് മനസ്സിലായി. ഡ്രോൺ വെടിവെച്ചിട്ട അമേരിക്ക ശക്തമായ രീതിയിൽ ഇറാന് താക്കീത് നൽകിയതിന് പിന്നാലെ ഹോർമിസ് കടലിടുക്കിൽ അമേരിക്കൻ പതാകയേന്തിയ കപ്പൽ ഇറാൻ സൈന്യം തടഞ്ഞു. ഇറാൻ സൈന്യമായ IRGC ആണ് അമേരിക്കൻ പതാകയേന്തിയ കപ്പൽ തടഞ്ഞത്. അതും സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഒടുവിൽ അമേരിക്ക ഇടപെട്ട് ആ കപ്പലിന് യാത്രാനുമതി നൽകുകയായിരുന്നു. ഇറാൻ പ്രകോപനമുണ്ടാക്കുകയാണ് എന്നാണ് ട്രംപിന്റെ പക്ഷം. ഇറാൻ പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് ട്രംപ് പറയുന്നതല്ലാതെ തിരിച്ചടി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇറാനുമേൽ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്തരവുകൾ അത് നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് ഖമൈനി പറഞ്ഞതോടുകൂടി യുദ്ധം അനിവാര്യമായി മാറിയിരിക്കുന്നു. ഇറാൻ US ചർച്ച റദ്ദ് ചെയ്തു എന്ന വാർത്ത ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള പത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിന് എത്രത്തോളം ആധികാരികതയുണ്ടെന്ന് അറിയില്ല. ചർച്ച നടന്നാലും ആ ചർച്ച സമവായത്തിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാൻ തങ്ങളുടെ രാജ്യത്തെ അമേരിക്കയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി അടിമപ്പണി ചെയ്യിക്കില്ല. അത് ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ചർച്ച നടന്നാലും അത് വിജയകരമാകില്ല എന്നുള്ളത് ഉറപ്പ്. അമേരിക്ക ശക്തമായ രീതിയിൽ ഇറാന് താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആകട്ടെ ആ മുന്നറിയിപ്പിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഏറ്റവും കരുത്തരായ രാജ്യമാണ് ഇറാൻ. ഇറാനെ പെട്ടെന്ന് ആക്രമിക്കുക പാടാണ്. ചാവേർ ഡ്രോണുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ആ ചാവേർ ഡ്രോണുകൾ അമേരിക്കയ്ക്ക് നേരെ പാഞ്ഞു വരും, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ, അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാഞ്ഞു വരും എന്നുള്ളത് ഉറപ്പാണ്. ചാവേർ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. ദീർഘദൂര മിസൈലുകളാണ് ഇറാന്റെ മറ്റൊരു കരുത്ത്.
ടെൽ പോലും തകർക്കുന്ന രീതിയിലുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല, ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുമെന്ന് അസന്നിഗ്ധമായി ഖൊമൈനി പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തു. ഈ അവസരത്തിലാണ് US ഇറാൻ ചർച്ച റദ്ദു ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത്.